ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യം തന്നെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് നമ്മളെല്ലാം പ്രിയപ്പെട്ട ലാലേട്ടനെ ഏഷ്യാനെറ്റ് കുടുംബവും ബിഗ് ബോസ് ഫാമിലിയും ചേർന്ന് ആദരിച്ചു. ബിഗ് ബോസിലെ വിശേഷങ്ങളെ പറ്റി പറഞ്ഞാൽ ടാസ്ക് കുളമാക്കിയതിനെ പറ്റിയും ഇമ്മ്യൂണിറ്റി പവറിനെ പറ്റിയും ആര്യൻ ജിസേൽ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെയാണ് പ്രധാനമായിട്ട് സംസാരിച്ചത്. ടാസ്ക് കുളമാക്കിയതിനെ പറ്റി അറിയാലോ. ഏതായാലും ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ വന്നത്. അത് നന്നായിട്ട് പെർഫോം ചെയ്ത ആരെങ്കിലും ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി. കൂടുതൽ പേരും ചേർന്ന് തിരഞ്ഞെടുത്തത് ആദിലയായിരുന്നു. അനുമോള്, നൂറ, ഷാനവാസ്, ബിന്നി, നെവിൻ ഇവരൊക്കെയാണ് ആദിലയുടെ പേര് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം എന്ന രീതിയിൽ ആദിലയുടെ പേരാണ് വന്നത്. ആദിലെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു അൺഫെയർ ഫീലിംഗ് ആണ് ഉണ്ടായത്. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു പോയിട്ട് ആദിലെ തിരഞ്ഞെടുത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും നമുക്ക് തോന്നിയ അതേ ബുദ്ധിമുട്ട് ലാലേട്ടനും തോന്നി. കഴിഞ്ഞ ദിവസം മോശം പെർഫോമൻസിന്റെ പേരിൽ ജയിലിലേക്ക് വിട്ട ആദിലേക്ക് എങ്ങനെയാണ് നല്ല പെർഫോമൻസിന്റെ പേരിൽ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതെന്ന് ലാലേട്ടൻ ചോദിച്ചു. വെറുതെ മോശം എന്നൊന്നും പറഞ്ഞാൽ പോരല്ലോ, നല്ല വെറുപ്പിക്കലായിരുന്നില്ല ആദിലെ ഈ ആഴ്ച. ശരിക്കും അനീഷിന്റെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ആയത് പണിയായിട്ടുണ്ടാവും. അതുകൊണ്ട് ആദിലേക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആദിലയുടെ പേര് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഗ്രൂപ്പീസാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും ആദില പറഞ്ഞിരുന്നു ഇവിടെ ഗ്രൂപ്പുകൾ നടക്കുവാന്ന്. ഇനി ഇവരുടെ ഗ്രൂപ്പിനെ പറ്റിയാണോ പറഞ്ഞതെന്ന് അറിയില്ല കേട്ടോ. ലാലേട്ടൻ വന്ന് ഇവരുടെ ആ ഒരു പരിപാടി അങ്ങ് പൊളിച്ചു കൊടുത്തു. ഇമ്മ്യൂണിറ്റി ആദിലേക്ക് കൊടുക്കാതിരിക്കാൻ തീരുമാനിച്ചത് വളരെ നന്നായി. അനീഷിനോട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതൊരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സെലക്ഷൻ നടന്നതെന്ന് അനീഷ് പറഞ്ഞു. ലാലേട്ടനും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇമ്മ്യൂണിറ്റി ആർക്കും കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇമ്മ്യൂണിറ്റി സ്പൈക്കുട്ടന് കൊടുക്കാമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ഒനീലിനോട് അതിനെപ്പറ്റി ലാലേട്ടൻ ചോദിച്ചപ്പോൾ വളരെ നല്ല കാര്യം, അങ്ങനെയെങ്കിലും ഈ ഇമ്മ്യൂണിറ്റി ഒരാൾക്ക് ഉപകാരപ്പെട്ടല്ലോ എന്നാണ് ഒനീൽ പറഞ്ഞത്. ടാസ്ക് ഒക്കെ കുളമാക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ച ആൾക്കാരാണ് ഈ ഒനീലും അതുപോലെ തന്നെ ആദിലയൊക്കെ. ഈ ഒനീലും ആദിലയൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ഒരു ടാസ്ക് ഭംഗിയായിട്ട് കളിക്കാൻ നോക്കിയെന്ന്. എന്നിട്ട് അവർ ചെയ്തത് എങ്ങനെയാ, രണ്ടാമത്തെ ദിവസം ഒരു ബോട്ടിൽ അപ്രൂവ് ചെയ്യാമെന്ന് അനുമോൾ പറഞ്ഞപ്പോൾ ആദിലയാണ് അത് തടഞ്ഞത്. അനുമോളോ ആദിലയുടെ വാക്ക് കേട്ട് ആ ഒരു കുപ്പി കൂടെ റിജക്ട് ചെയ്തു. എന്നിട്ടാണ് രണ്ടാമത്തെ ദിവസം ആർക്കെങ്കിലും കോയിൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഫെയർ ആയിട്ട് കളിച്ചെന്ന് പറയുന്നത്. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഒനീലിനോട് ആ ഒരു കാര്യം എടുത്തു ചോദിച്ചത്. ഒനീൽ, ബിന്നി, അഭിലാഷ് ഇവരെ മൂന്നുപേരെ എഴുന്നേപ്പിച്ച് ചേർത്തിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. സുഖം, നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല ലാലേട്ട എന്ന് എന്ത് വിനയ കുനിയന്മാരായിട്ടാണ് അവർ പറഞ്ഞത്. നിങ്ങൾ മൂന്നുപേരും കൂടെ പല സ്ഥലങ്ങളിലിരുന്ന് ഒരേ കാര്യം തന്നെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് ബാക്കിയുള്ളവരും കൂടെ അറിയട്ടെ അല്ലേ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ഒനീൽ പറഞ്ഞത് ഞങ്ങളിങ്ങനെ ടാസ്ക് ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്, കുതന്ത്രങ്ങളൊന്നും പ്ലാൻ ചെയ്യാറില്ല. ബിന്നി പറഞ്ഞത് ഇവർ ഫ്രണ്ട്സാണ്. ആരൊക്കെ? അഭിലാഷും ഒനീലും. അപ്പോൾ എല്ലാവരോടും സംസാരിക്കുന്ന പോലെ ഇവരോടും സംസാരിക്കുന്നു. അപ്പം തന്നെ ഒനീൽ പറഞ്ഞു ബിന്നിയായിട്ട് നല്ല ഫ്രണ്ട്സ് ആണെന്ന്. നമുക്കറിയാലോ ഇവർ ഫ്രണ്ട്സ് ആണോ, ബിന്നീനെ ഇപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ഇവരിങ്ങനെ മാറിയിരുന്ന് എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജിസേൽ മാത്രമാണ് കൈപൊക്കിയത്. ഇനി ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് ആരും കരുതണ്ടെന്ന് പറഞ്ഞ് ലാലേട്ടൻ ആ വിഷ്വൽസ് പ്ലേ ചെയ്ത് കൊടുത്തു. വിഷ്വൽ കാണിച്ചു തുടങ്ങിയത് ആര്യനും ജിസേലും തമ്മിൽ ഒട്ടലാണല്ലേ എന്ന് ഒനീൽ പറഞ്ഞു തുടങ്ങുന്നതാണ്. ഇങ്ങേര് ജിസേലിന്റെ പുറകെ നടന്ന് കുറച്ച് കോംബോയൊക്കെ പിടിക്കാൻ നോക്കിയ ആളാണെന്നുള്ള കാര്യം മറക്കണ്ട. പ്ലാനാണ്, സ്ട്രാറ്റജിയാണ്, കപ്പിളാണ്, ലവ് ട്രാക്കാണ്, അവള് പോണം, ആര്യനൊരു നല്ല കണ്ടസ്റ്റന്റ് ആണ്, അവൾ ആര്യനെ അടിമയാക്കി വെച്ചേക്കുവാണ്, സാരിത്തുമ്പാണ്, കക്കൂസ് കഴിയിക്കുന്ന, പാത്രം കഴിയിക്കുന്ന, തുണി കഴിയിക്കുന്ന വെറും അടിമയാണ് ആര്യൻ. ഇങ്ങനെ നീളുകയാണ് അവരുടെ സംസാരം. ടൈലന്റ് ആയിട്ട് ലവ് ട്രാക്ക് ആണെങ്കിൽ ആണുങ്ങൾ പോകും, പെണ്ണുങ്ങൾ അവിടെ നിൽക്കും എന്നുള്ള ഒനീലിന്റെ ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. ഇവർക്ക് ഈ ആര്യന്റെ ഗെയിമിനെ പറ്റിയും അവന്റെ ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെ എത്ര ശ്രദ്ധയല്ലേ. ഒനീലിനാണെങ്കിൽ ആര്യൻ ഷാഡോ ആയി മാറുന്നതിലുള്ള വിഷമാണ് ലാലേട്ടനോട് പങ്കുവെച്ചത്. അഭിലാഷിനാണെങ്കിലോ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയ, നല്ലൊരു ഒപ്പോണന്റ് ആയ ആര്യനെ മറ്റൊരാൾ യൂസ് ചെയ്യുന്നതിലുള്ള വിഷമം. അത്രേ ഉള്ളൂ. ബിന്നിക്കാണെങ്കിലോ അന്നത്തെ ഇഷ്യൂവിന് ശേഷം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഉപരി എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് തോന്നി. അത് ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞു, വേറൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ലവ് ട്രാക്ക് ആണെന്ന് പല ആവർത്തി ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞേക്കുന്ന ആളാണ് ബിന്നി. എന്തൊരു പച്ച പാവം അല്ലേ. അക്ബറിന് തോന്നിയത് ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടെന്നാണ്. ആരും ഗതികേട് കൊണ്ട് പലപ്പോഴും ജിസേലിനെ സപ്പോർട്ട് ചെയ്യാറുണ്ടെന്നും പറഞ്ഞു. അക്ബറിന് എന്തായാലും അത് മാറിയിരുന്ന് പറയാൻ തോന്നിയില്ല, അവരോട് നേരിട്ട് പറഞ്ഞു. അനുമോൾ ഇപ്പോൾ ഇത് മൈൻഡ് ചെയ്യാറില്ലെന്നാണ് പറഞ്ഞത്. ശരിക്കും അനീഷ് മാത്രമാണ് അവരുടെ റിലേഷൻഷിപ്പ് ജഡ്ജ് ചെയ്യാതെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് തോന്നിയതെന്ന് ലാലേട്ടനോട് പറഞ്ഞ ഒരേ ഒരാൾ. അനീഷ് ആ പറഞ്ഞത് യാതൊരു സംശയമോ ഒരു പരുങ്ങലോ ഒരു കൺഫ്യൂഷനോ ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. വളരെ സന്തോഷം. ജഡ്ജ്മെന്റിലാവാത്ത ഒരാളെങ്കിലും അവിടെ ഉണ്ടല്ലോ. ലക്ഷ്മി കഴിഞ്ഞ ദിവസം പോലും ജിസേലിനെ കൊണ്ട് ആര്യം മടുത്തു, ആര്യനെ ഒന്ന് വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞ ആളാണ്. എന്നിട്ടിപ്പോൾ കാണുന്നവരുടെ കണ്ണിന്റെ പ്രശ്നമാണെന്നാണ് ലാലേട്ടനോട് പറഞ്ഞത്. ഷാനവാസ് ഇവരങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ലക്ഷ്മി പറഞ്ഞത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണെന്നാണ് ഷാനവാസ് ചൂണ്ടിക്കാണിച്ചത്. സാബുമാൻ ഇദ്ദേഹവും ഒനീലിന്റെ അഭിലാഷിന്റെ ഒക്കെ കൂടെ ഇരുന്ന് ഈ ലവ് ട്രാക്കിനെ പറ്റി ചർച്ച ചെയ്ത ആളാണ്. എന്നിട്ട് സാബുമാൻ ലാലേട്ടനോട് പറഞ്ഞത് പുതിയ ലോകമല്ലേ ലാലേട്ട, ഒന്നും പറയാൻ പറ്റില്ലല്ലോ.
ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ശരിയല്ലല്ലോ. എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. പുതിയ ലോകമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയാണ്. ജിസേൽ ഗെയിമിന്റെ ആസ്പെക്റ്റിൽ പറയുന്നത് ഇവർ നോമിനേഷൻ ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ്. ജിസേൽ പുറത്തു പോകണമെന്ന് ഒനിയിൽ പറഞ്ഞതിനെ പറ്റിയാണ് പറഞ്ഞത്. കൈ വയ്യാതിരുന്നപ്പോൾ ജിസേലിനെ ആര് ഹെൽപ്പ് ചെയ്തു? സുഹൃത്തല്ലാതെ മറ്റാരാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ജിസേൽ ചോദിച്ചത്. പിന്നെ കൃത്യമായിട്ട് ജിസേൽ ചൂണ്ടിക്കാണിച്ചത് അഭിലാഷിന് 2 ഫേസ് ഉണ്ടെന്നുള്ള കാര്യമാണ്. അത് നേരത്തെ അറിയാമായിരുന്നു, ഇപ്പം അത് വ്യക്തമായി എന്നാണ് പറഞ്ഞത്. ജിസേലാണെങ്കിൽ പല നോമിനേഷനിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതറിയാൻ വേണ്ടി ജിസേൽ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഈ അഭിലാഷിന്റെ കളി. ജിസേൽ ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നില്ല എന്നുള്ള കാര്യം ലാലേട്ടൻ പറഞ്ഞു. ടാസ്കിൽ വീക്കായി പോയി എന്ന് തോന്നിയിട്ടുണ്ടെന്ന് ജിസേൽ പറഞ്ഞു. കൈയുടെ പരിക്കാണ് റീസൺ ആയിട്ട് പറഞ്ഞത്. അത് മാത്രമല്ല കേട്ടോ, ജിസേലിന്റെ കുക്കിംഗ് പൊളിച്ചതും കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങി വേറെ ഒരു ഗെയിം കളിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയൊക്കെ ജിസേലിന്റെ ഗെയിമിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ആരും പറഞ്ഞ അടിപൊളിയാണ്, മച്ചാൻ കിടിലനാണ്. ചെറിയ പയ്യൻ എന്നുള്ള രീതിയിൽ ആരും ഒതുക്കാതിരുന്നാൽ അവനങ്ങ് കളിച്ചോളും. ഫ്രണ്ട്ഷിപ്പിൽ ലവ് ഉണ്ടാവാം. അനീഷ് ഷാനവാസിനോട് ഐ ലവ് യു പറയാമെങ്കിൽ ജിസേൽ ഐ ലവ് യു മാൻ, ഐ ട്രൂലി ലവ് യു ആസ് എ ഫ്രണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇങ്ങനെയൊക്കെ ലാലേട്ടൻ്റെ മുമ്പിൽ നിന്ന് ഒനിയിലും അഭിലാഷും ബിന്നിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, കിടിലനാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, കപട പുരോഗമനവാദികളായ ഒനിയിലിൻ്റെ അഭിലാഷിൻ്റെ ഒക്കെ നെഞ്ചിലൂടെ കത്തിവെച്ച് ഇങ്ങനെ വരഞ്ഞ ഫീലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇതൊക്കെ കാണുന്നവരുടെ കണ്ണിലെ പ്രശ്നമാണെന്നും ഡേറ്റി ഗെയിം കളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ആര്യം പറഞ്ഞു. ഐ റെസ്പെക്ട് ബോണ്ട്, ഐ റെസ്പെക്ട് ലവ്, ഐ റെസ്പെക്ട് ഫ്രണ്ട്ഷിപ്പ്. എന്തിന് എനിമീസിനെ വരെ റെസ്പെക്ട് ചെയ്യുന്നതെന്നാണ് ആര്യം പറഞ്ഞത്. ഞാൻ വീക്കാണോ ജിസേൽ വീക്കാണോ എന്നൊക്കെ പറയാൻ ഈ ഒനിയിലും അഭിലാഷും ഒക്കെ ആരും അല്ലെന്നാണ് തോന്നുന്നത് ലാലേട്ട എന്ന് പറഞ്ഞിട്ടാണ് ആര്യം നിർത്തുന്നത്. ആദില പറഞ്ഞത് അവർ തമ്മിൽ ലവ് ട്രാക്ക് ആയാലും എന്തായാലും അവരുടെ കാര്യം, പോസിറ്റീവായാലും നെഗറ്റീവായാലും അവരെ ബാധിക്കുന്ന കാര്യമാണ്, ബാക്കിയുള്ളവരെ അതിനെപ്പറ്റി തലവഹിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. നെവിൻ പറഞ്ഞത് ഒരാൾ പുതപ്പിനടിയിൽ കിടന്നാലും ഹഗ് ചെയ്യുന്ന കണ്ടാലും വേണമെങ്കിൽ അത് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് കാണാം, വേറൊരു രീതിയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ ആവാം, കാണുന്നവരുടെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറഞ്ഞു. ജിഷിൻ പറഞ്ഞത് ലവ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് ഉള്ളിൽ നിന്ന് വരണം. ഒരാളുടെ നല്ല കാര്യം പറയാൻ ഇവിടെ ആരുടെയും നാവ് പൊങ്ങില്ല, ഒരു മോശം കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വാ തുറക്കുന്നതെന്ന് പറഞ്ഞു. അവരുടെ നല്ല ഫ്രണ്ട്ഷിപ്പ്, അവർ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു, അത് നല്ലതായി കണ്ടുകൂടെ എന്ന് ജിഷിൻ ചോദിച്ചു. വൈൽഡ് കാർഡായിട്ട് വന്ന് ജഡ്ജ്മെന്റൽ മൈൻഡ് സെറ്റിൽ ഇരുന്ന ആളാണ് ജിഷിൻ. ഇപ്പം ഈ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. സ്നേഹവും ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടി ചേർന്നതാണ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ഇത് അവസാനിപ്പിച്ചത്. ഇതിനുശേഷം ഒനിയിലും അഭിലാഷും ഒക്കെ നെവിന്റെ നേരെ കത്തി കയറുന്നുണ്ടായിരുന്നു. അവന്മാർക്ക് നല്ലോണം പൊളിഞ്ഞു. അവർ പുതപ്പിനടിയിലെ കാര്യം ഉദ്ദേശിച്ചിട്ടില്ല, ലവ് ട്രാക്ക് ആണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കുന്നുണ്ട്. ആക്ച്വലി ഇവർ പറഞ്ഞതിനെ പറ്റി ഇവന്മാർക്ക് സംസാരിക്കാനില്ല. പുതപ്പിനടിയിലെ സബ്ജക്റ്റുമായിട്ട് ഇവന്മാരുടെ പേര് ചേർക്കുവോ എന്നുള്ളൊരു ആവലാതിയാണ് ഇവർക്കുള്ളത്. ഇവർ പുതപ്പിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും മറ്റൊരു രീതിയിൽ ഇവർ പറഞ്ഞു വെക്കുന്നത് അത് തന്നെയല്ലേ. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കുണ്ടെങ്കിലല്ലേ. ജിഷിൻ, ലക്ഷ്മി, നെവിൻ ഇവരൊക്കെ പറഞ്ഞാണ് പ്രശ്നം എന്ന രീതിയിലാണ് ഒനിയിലും അഭിലാഷും ഒക്കെ അവരുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരുന്നത്. ഒനിയിൽ പറഞ്ഞത് അവരുടെ ഗെയിം സ്ട്രാറ്റജിയെ പറ്റി പറഞ്ഞ് നമ്മളിപ്പോൾ ജഡ്ജ്മെന്റലായി പോയി എന്നുള്ളൊരു വിഷമമാണ്. പാവമല്ലേ, ഇവർ ജഡ്ജ്മെന്റലൊന്നും ആയിട്ടില്ല. ലാലേട്ട ചുമ്മാ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തേക്കുന്നു. ഇവന്മാർ പിന്നെ അവിടെ ഇരുന്ന് പറഞ്ഞതൊക്കെ എന്താ, വേറെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഇവർ പറയുന്നത് എന്താ, ജഡ്ജ്മെന്റലല്ലേ. ഇവന്മാരൊക്കെ എത്രയും പെട്ടെന്ന് പോട്ടെ, ഇവിടെ നിന്ന് കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോട്ടെ, അതായിരിക്കും നല്ലത്. ഓൾറെഡി പരദൂഷണവും കുത്തിത്തിരിപ്പും റിലേഷൻഷിപ്പ് ജഡ്ജ്മെന്റ് ചെയ്യലും അല്ലാതെ വേറെ ഒന്നുമില്ല. വെറുപ്പിക്കുന്നവരുണ്ടാവാം, പക്ഷേ ഈ അഴുക്കുകൾ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇതും ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലേ. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക് യു.